നമോ ബുദ്ധായ. റാൾസിക്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുൻപ് നടത്തിയ ടാരറ്റ് റീഡിംഗ് വീഡിയോയിൽ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് റെഡ് ആഗ്നി ഡാൻസ് എന്നത് വന്നിരുന്നു. സോ അതേപോലെ അവർക്ക് വന്ന മറ്റൊരു കാർഡാണ് വൈറ്റ് മഹാകാലൻ, അതായത് ആർച്ചേഞ്ചലായിട്ട് വന്ന കാർഡാണ്. ആർച്ചേഞ്ചൽ അഥവാ ഗാർഡിയൻ ഏഞ്ചലായിട്ട് വന്നത് വൈറ്റ് മഹാകാലനാണ്. സോ അതിനടിയിൽ ഒരു കോമൻറ്റ് കണ്ടു, വൈറ്റ് മഹാകാലനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോന്ന്. ആക്ച്വലി നിങ്ങൾ ഒരുപാട് വീഡിയോസ് എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പലതും ചെയ്യാൻ പറ്റാറില്ല, സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമാകുമ്പം മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റാറുള്ളൂ. ഇന്ന് വൈറ്റ് മഹാകാലനെ പറ്റി പറയാൻ പറ്റിയൊരു സമയമാണ്. കാരണം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അനുവാദം മാത്രമല്ല, ഇത് നിങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയം ബിഗെയിൻ ചെയ്തു എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വൈറ്റ് മഹാകാലൻ എന്ന് ഇംഗ്ലീഷിൽ ഓമനത്വത്തോടു കൂടി വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വരുന്നത് ഷഡ്ഭുജ സിത മഹാകാലൻ എന്നാണ്. അതായത് സ്ക്രീനിൽ കാണിക്കുന്ന ഫോട്ടോയിൽ അദ്ദേഹത്തിന് ഒരുപാട് കൈകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആക്ച്വലി അദ്ദേഹം ഷഡ്ഭുജ മഹാകാലനാണ്. അതായത് 6 കൈകളോട് കൂടിയ മഹാകാലനാണ്. സിത മഹാകാലൻ, വെളുത്ത നിറത്തിലുള്ള മഹാകാലൻ. മഹാകാലൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കറുത്ത ദേഹനിറത്തോട് കൂടിയവൻ, അല്ലെങ്കിൽ മരണത്തിൻ്റെയും സമയത്തിൻ്റെയും ദേവൻ എന്നാണ്. പേര് പോലെ തന്നെ അത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ മൂലസ്വരൂപത്തിൽ അദ്ദേഹത്തിന് കറുത്ത ദേഹനിറവും അതുപോലെ മൃത്യുവിൻ്റെയും സമയത്തിൻ്റെയും ദേവതയായി തന്നെയാണ് വൈറ്റ് മഹാകാലനെ മൂലസ്വരൂപത്തിൽ പറയുന്നത്. അതും ആര് കണ്ടാലും ഭയപ്പെടുന്ന രൂപമാണ് മഹാകാലൻ്റെ മൂലസ്വരൂപത്തിനുള്ളത്. പക്ഷേ വൈറ്റ് മഹാകാലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മഹാകാലൻ വെളുത്ത ദേഹനിറത്തിൽ വന്നാലുള്ളൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ മഹാകാലൻ്റെയും വൈറ്റ് മഹാകാലൻ്റെയും വ്യത്യാസത്തെ വെച്ച് നോക്കുമ്പോൾ ഈ 2 പേരെയും നമ്മൾ 2 ത്രാസിലാക്കി വെക്കുകയാണെന്നിരിക്കട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷേ 2 പേരും ഒരേ മൂർത്തികൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ രൂപത്തെ മനസ്സിലാക്കാൻ 2 പേരെയും 2 ത്രാസിൽ വെക്കുകയാണെങ്കിൽ മഹാകാലൻ്റെ രൂപനിറം കറുത്ത നിറമായിരിക്കും. 6 കൈ, 2 കൈ, 4 കൈ, അങ്ങനെ പല കൈകളുള്ള 64 സ്വരൂപങ്ങൾ മഹാകാലനുണ്ട്. അതുപോലെ കഴുത്തിൽ തലയോട്ടിമാലയും ശിരസിൽ 5 കപാലങ്ങൾ കൊണ്ടുള്ള കിരീടവും മഹാകാലന് കാണാൻ സാധിക്കും. അതുപോലെ ആയുധങ്ങളായി ത്രിശൂലം, വാള്, ഡമരു, മുണ്ടമാല, രക്തം നിറച്ച കപാലം, അങ്ങനെ പല രൗദ്ര രൂപത്തിൽ വരുന്ന ആയുധങ്ങളൊക്കെ ആയിരിക്കും മഹാകാലൻ ധരിക്കുന്നത്. അതുപോലെ തന്നെ മഹാകാലനെ എപ്പോഴും ഗണേശൻ വഹിക്കുന്നു എന്ന് പറയും. അതായത് ഗണേശ വാഹനനായി പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മഹാകാലനെ ഗണേശൻ വഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് മഹാകാലനെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഗണേശനെയാണ്. അതായത് ഗണേശ തത്വത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മഹാകാല തത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അതായത് പ്രപഞ്ചത്തിലെ തത്വങ്ങൾ വെച്ചിട്ട് ഏറ്റവും ആദിമമായിട്ടുള്ള ഒരു പുരുഷ തത്വമാണ് മഹാകാല തത്വം. സോ ആ മഹാകാല തത്വത്തെ നിങ്ങൾക്ക് ധ്യാനിക്കണം, അല്ലെങ്കിൽ ആ മഹാകാല തത്വത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത് ഗണേശനെയാണ്. ഗണേശനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരുവന് മഹാകാലനിൽ എത്താൻ പറ്റൂ. മഹാകാലൻ്റെ തത്വം അത്രയും വിശാലമാണ്. അതിലെത്തണമെങ്കിൽ ഗണേശൻ്റെ അനുമതി വേണം. അതുകൊണ്ട് തന്നെ മഹാകാല സാധന ചെയ്യുന്നതിന് മുമ്പ്, അത് ഏതു രൂപത്തിലുള്ള മഹാകാലനായാലും സാധന ചെയ്യുന്നതിന് മുൻപ് ഗണപതി മന്ത്രോപാസന തീർച്ചയായും ചെയ്തിരിക്കണം. ഇത് മഹാകാലന് മാത്രമല്ല, എല്ലാ മന്ത്രോപാസനകൾക്കും ഗണപതി ഉപാസന ബാധകമാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതേപോലെ തന്നെ മഹാകാലനെ വഹിക്കുന്നത് ഗണപതി എന്ന് പറയുന്ന പോലെ ഒട്ടുമിക്ക ദേവതകളിലെത്താനും ഗണപതി ഒരു ഡോറ് തന്നെയാണ്. കാരണം മനസ്സിൻ്റെ തത്വം എന്ന് പറയുന്നത് അത് ഗണേശ തത്വമാണ്. സോ ഗണേശ തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ, ഗണേശ തത്വത്തിൽ നിന്നും അനുവാദം വാങ്ങിച്ചാൽ മാത്രമേ മഹാകാല തത്വത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം മഹാകാല തത്വം മനസ്സിനേക്കാളും അപ്പുറത്താണ്. സോ നമുക്ക്
വൈറ്റ് മഹാകാലനിലേക്ക് തിരിച്ചു വരാം. വൈറ്റ് മഹാകാലൻ എന്ന് പറയുന്നത് മഹാകാലൻ്റെ 64 രൂപങ്ങളിൽ ഏറ്റവും സൗമ്യത നിറഞ്ഞൊരു സ്വരൂപമാണ്. കാരണം മറ്റുള്ള മഹാകാലന്മാരെല്ലാം നമ്മൾ രൗദ്ര രൂപത്തിലാണ് കാണാറെങ്കിൽ വൈറ്റ് മഹാകാലൻ സൗമ്യഭാവത്തിലാണ്. അതായത് അല്പം രൗദ്രത മാത്രമേ ഉള്ളൂ, എന്നാൽ മറ്റ് പലതും ബാക്കിയുള്ളത് മുഴുവൻ സൗമ്യമാണ്. അതായത് ഭൂഷണങ്ങളായാലും എല്ലാം സൗമ്യതരത്തിലാണ്. എന്നാൽ നമ്മൾ മഹാകാല തത്വത്തിലേക്ക് പോകുമ്പോൾ അവിടെ പുലിത്തോല്, ആനത്തോലൊക്കെ ധരിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഇവിടെ പട്ട് വസ്ത്രം, തലയോട്ടി മാലയ്ക്ക് പകരം സ്വർണ്ണാഭരണങ്ങൾ, രത്നാഭരണങ്ങൾ, ശിരസിൽ 5 തലയോട്ടുകൾ കൊണ്ടുള്ള കിരീടങ്ങൾക്ക് പകരം 5 രത്നങ്ങൾ പതിപ്പിച്ച കിരീടമാണ് ഉണ്ടാവാറ്. ഇത് പിന്നെ AI കുട്ടൻ്റെ പണിയാണ്. അതുപോലെ തന്നെ ആയുധങ്ങളാണെങ്കിൽ കലശം, ചിന്താമണി രത്നം, അമൃത്, ജപമാല, തൃശൂലം ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയിരിക്കും ഈ സൗമ്യ രൂപത്തിലുള്ള വൈറ്റ് മഹാകാലൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഇവയൊക്കെ ധരിച്ച 6 കൈകൾ. അതോടൊപ്പം തന്നെ നമ്മൾ മഹാകാല തത്വത്തിൽ ഗണേശവാഹകനായിട്ടാണ് മഹാകാലനെ പറഞ്ഞത് എങ്കിൽ ഇവിടെ പറയുന്നത് വിഘ്നരാജന്മാർ, അതായത് ഗണേശനല്ല, പകരം 2 വിഘ്നരാജന്മാരുടെ, ഒരാൾ വിഘ്നകർത്താവും മറ്റൊരാൾ വിഘ്നഹർത്താവുമാണ്. ഒരാൾ വിഘ്നത്തെ ഉണ്ടാക്കുന്നു, മറ്റൊരാൾ വിഘ്നത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഈ 2 വിഘ്നകാരകന്മാരാണ് വൈറ്റ് മഹാകാലൻ്റെ വാഹകന്മാർ. സോ ഗണേശൻ്റെ 2 തത്വങ്ങളാണ് വിഘ്നമുണ്ടാക്കലും വിഘ്നമില്ലാതാക്കലും. അതുകൊണ്ട് ഈ 2 വിഘ്നരാജന്മാരാണ് മഹാകാലൻ്റെ വാഹകന്മാർ. ഈ 2 വാഹകന്മാരെ വെക്കുന്നത് കൊണ്ട് തന്നെ മഹാകാല ഉപാസനയിലൂടെ തന്നെ എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് അർത്ഥം. അതായത് വിഘ്നത്തിൻ്റെ കർത്താവും വിഘ്നത്തെ ഇല്ലാതാക്കുന്നവനും ഇവർ 2 പേരും മഹാകാല സാധനയിലൂടെ തന്നെ നിങ്ങളിൽ ഫ്രണ്ട്ലി ആവാൻ തുടങ്ങും. സോ അതാണ് വൈറ്റ് മഹാകാല സാധനയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം അനുകമ്പയുള്ള രൂപമായതുകൊണ്ട് തന്നെ ജീവിതത്തിലും അത്രത്തോളം അനുകമ്പ പ്രകടിപ്പിച്ചിട്ട് വേണം വൈറ്റ് മഹാകാല സാധന ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ ഷഡ്ഭുജ ശുക്ല മഹാകാലൻ്റെ സാധന ചെയ്യുമ്പോൾ ഗണേശോപാസന നിർബന്ധമാണ്. ഗണേശോപാസനയില്ലാതെ മഹാകാല സാധനയിൽ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ വജ്രയാന ടിബറ്റൻ ബുദ്ധിസത്തിൽ വരുന്ന സമയത്ത് അവിടെ ഗണേശോപാസന വേറെ തന്നെ ഒരു ലെവലിലുള്ളതാണ്. അല്ലാതെ എല്ലാ ഉപാസനക്ക് മുമ്പും ഗണേശോപാസന ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്നും മഹാകാല തത്വത്തെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അല്ല, പക്ഷെ ചില സംഖ്യയിൽ അതിനെ വളരെയധികം തെറ്റായിട്ട് വ്യാകരണം ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള തെറ്റായ വ്യാകരണത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സഫറിങ്സ് മാത്രമേ ലൈഫിലുണ്ടാവൂ. ഇതിൻ്റെ യഥാർത്ഥ എസൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ശുക്ല മഹാകാലൻ്റെ രൂപത്തിൽ അദ്ദേഹം പ്രപഞ്ചത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ വെൽത്തിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പണം എന്നത് എനർജിയാണ്, അതായത് യൂണിവേഴ്സൽ അബണ്ടൻസ് എനർജിയാണ്. സോ ആ എനർജിയുടെ അധിപതി കൂടിയാണ് ശുക്ല മഹാകാലൻ. ശുക്ല മഹാകാലനെ സാധന ചെയ്യുന്നതിലൂടെ അതിലേക്കുള്ള മാർഗത്തിലുള്ള വിഘ്നങ്ങളില്ലാതാവും. അതേപോലെ തന്നെ അതിലുള്ള പണത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവാഹത്തെയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പണത്തിന് വേണ്ടി മാത്രം അദ്ദേഹത്തെ സമീപിക്കാതിരിക്കുക. കാരണം പണം എന്ന് പറയുന്നത് ഔട്ടേർലി ഉള്ള വെൽത്താണ്. പക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ വെൽത്തിനെയാണ് അദ്ദേഹം ഉണർത്താൻ അധികവും സഹായിക്കുന്നത്. കാരണം ആ വെൽത്ത് ഉണർന്നാലേ പുറമേ ഉള്ള വെൽത്തുകൾ ഉണരും. അതുപോലെ പഞ്ചഭൂതസിദ്ധിയും പഞ്ചധനസിദ്ധിയും വൈറ്റ് മഹാകാല സാധനയിലൂടെ ലഭ്യമാണ്. കാരണം വൈറ്റ് മഹാകാലൻ എപ്പോഴും പഞ്ചതത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഡാഗിനികളുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. അതായത് ഈ പഞ്ചഡാഗിനി ശക്തികളുടെ അധിപതിയാണ് വൈറ്റ് മഹാകാലൻ. എല്ലാ ബുദ്ധ ബോധിസത്വന്മാർക്കും, അതായത് ശിവൻ ഉൾപ്പെടെയുള്ള എല്ലാ ബുദ്ധ ബോധിസത്വന്മാർക്കും മഹാകാല സ്വരൂപങ്ങളുണ്ട്. വജ്രസത്വന് മഹാകാല സ്വരൂപമുണ്ട്, അവലോകിതേശ്വരന് മഹാകാല സ്വരൂപമുണ്ട്. അതുപോലെ ഈ വൈറ്റ് മഹാകാല സ്വരൂപം എന്ന് പറയുന്നത് അവലോകിതേശ്വരൻ്റെ മഹാകാല സ്വരൂപമാണ്. അതായത് ലോകത്തിലുള്ള ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉഗ്ര മഹാകാലൻ രൂപം കൊണ്ടത്. അതുപോലെ എല്ലാ ദേവിമാർക്കും മഹാകാളി സ്വരൂപവും ഉണ്ട്. വൈറ്റ് മഹാകാലൻ്റെ കൂടെ മഹാകാളിയായിട്ട് വരുന്നത് സാക്ഷാൽ ആര്യതാരാദേവിയാണ്, അതായത് വൈറ്റ് താരാദേവിയാണ്. അതുകൊണ്ട് തന്നെ വെള്ള നിറത്തിലുള്ള യക്ഷിണി മഹാകാളി എന്ന പേരിലാണ് വൈറ്റ് താരാദേവി മഹാകാലൻ്റെ കൂടെ പ്രകടമാവുന്നത്. വൈറ്റ് മഹാകാലനെ ഉപാസിച്ചു കഴിഞ്ഞാൽ കടബാധ്യത,
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മണി ബ്ലോക്കേജുകൾ, അതുപോലുള്ള എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. വിഘ്നങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും മാറുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ യോഗിയായിട്ടാണ് പോകുന്നത് എങ്കിൽ യോഗ സാധനയിൽ പഞ്ചഭൂത സിദ്ധിയും ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് വൈറ്റ് മഹാകാലനെ ഉപാസിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ദീക്ഷ സ്വീകരിക്കേണ്ടി വരും. മാത്രമല്ല എല്ലാവർക്കും വൈറ്റ് മഹാകാലനെ ഉപാസിക്കാവുന്നതാണ്. പക്ഷേ മഹാകാളിയുടെ കൂടെ വരുമ്പോൾ ആ ഒരു ഉപാസന അതിനു വേണ്ടിയിട്ട് പ്രത്യേക യോഗ്യതകളും പറയുന്നുണ്ട്. പക്ഷേ ലഘുവായിട്ടുള്ള ഷോഡശഭുജ ശുക്ല മഹാകാല സാധന എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിൻ്റെ ദീക്ഷയെ പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നതുമാണ്. അതുപോലെ ഈ സാധനയിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ദേഹശുദ്ധി കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഏത് തരത്തിൽ വെജായാലും നോൺ വെജായാലും ഈ സാധന ചെയ്യാവുന്നതാണ്. എല്ലാ സാധനങ്ങൾക്കും ഉള്ളതുപോലെ ഇതും നല്ലൊരു, അതായത് അവനവൻ്റെയും മറ്റുള്ളവരുടെയും അഭിവൃദ്ധിക്ക് മാത്രമേ വൈറ്റ് മഹാകാല സാധന ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നല്ല പ്രവർത്തികൾ ചെയ്യുക, വിശ്വാസവും ഭക്തിയും എപ്പോഴും ഉണ്ടാവുക എന്നീ കാര്യങ്ങളാണ് വൈറ്റ് മഹാകാല സാധനയിൽ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു മൂർത്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദീക്ഷ സ്വീകരിച്ച് സാധനയിൽ വരാവുന്നതാണ്. അതല്ലാത്ത പക്ഷം നിങ്ങൾ മന്ത്രസാധന ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തിട്ട് കട്ടൻ ചായ നിവേദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പൂക്കളും സമർപ്പിക്കാം, പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ജപിക്കുകയും ചെയ്യാം. പക്ഷെ മന്ത്രസാധനക്ക് ദീക്ഷ ആവശ്യമാണ്. നിവേദിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മാത്രമല്ല മഹാകാല മഹിമ പറഞ്ഞാലും അത് തീരുന്നതല്ല, അത് വിശാലമാണ്. ഇത് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. നമോ ബുദ്ധായ.